ഹലോ വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ആ ഒരു മീനിന്റെ സ്മെല്ല് പോകാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 2-3 പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം കയ്യിൽ ഇതേപോലെ ഒന്നിട്ട് ക്രഷ് ചെയ്താൽ മതി. എല്ലാ ഭാഗത്തും ഒന്ന് തിരുമ്പി കൊടുത്തിട്ട് കൈ കഴുകിയാൽ മതി കേട്ടോ. എല്ലാ സ്മെല്ലും ഫുള്ളായിട്ട് പോയി കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ടിപ്പ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. ഇനി അടുത്തത് കാണാം. അടുത്ത ടിപ്പ്, ഇതുപോലുള്ള കല്ലൊക്കെ നമ്മൾ പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ആ ഒരു കല്ലിന്റെ പൊടി പോവില്ല. എന്ത് പൊടിച്ചാലും അതിലിങ്ങനെ കല്ലിന്റെ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ ഒരു പൊടി ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പം അത് പോകാനായിട്ട് ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ടൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുക. അപ്പം ഞാനിത് ടേബിളുമേ ആയതുകൊണ്ടാണ് കുറച്ച് പതുക്കാക്കണത്. അപ്പം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ, പറ്റുന്ന അത്രയ്ക്കും പൊടിച്ചെടുക്കുക. അപ്പം അതിന്റെ കൂട്ടത്തിൽ അതിലിങ്ങനെ പോവാനായിട്ട് നിൽക്കുന്ന കല്ലിന്റെ പൊടി ഉണ്ടല്ലോ, അതൊക്കെ പോന്ന് കിട്ടും. അങ്ങനെ ഒരു 2-3 തവണ കുറച്ച് അരി ഇട്ടിട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കല്ല് ഫുള്ളും ക്ലീൻ ആയിട്ട് കിട്ടും. അടുത്തത്, നൈൽ കട്ടറിന്റെ ഒക്കെ മൂർച്ച കുറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് മൂർച്ച കൂട്ടാനുള്ള ടിപ്പാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഗുളികയുടെ കവറാട്ടോ. അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മൂർച്ച കൂടി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത്, ഇതുപോലത്തെ സോസിന്റെ ബോട്ടിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തുറക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ ഓപ്പണർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ നൈൽ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്യാപ്പ് തുറന്നെടുക്കാൻ പറ്റും. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കടുകാണ്. കുറച്ച് കടുക് ഇതുപോലെ എടുത്തിട്ട് നേരത്തെ നമ്മൾ എടുത്ത കല്ലില്ലേ, ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ട് പൊടിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതുപോലെ. എന്നിട്ടൊരു വെള്ള തുണി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ചതച്ച കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഞാനൊരു കർപ്പൂരവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരു കിഴിയാക്കിയിട്ട് എടുക്കുക. ഈ ഒരു കിഴി നമുക്ക് കിച്ചണിലെ കബോർഡിലൊക്കെ വെക്കുകയാണെങ്കിൽ കബോർഡിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും പിന്നെ ചെറിയ പാറ്റ പ്രാണികളൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ കർപ്പൂരം വെക്കുന്നത്. കടുകിന് ഒരുപാട് ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. കർപ്പൂരം ഉള്ളതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ, കുഞ്ഞു പാറ്റ പോലത്തെ പ്രാണികളൊക്കെ വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ബെഡ്റൂമിലാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ കിച്ചണിലെ കബോർഡിൽ വെച്ച് കൊടുക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. കടുകൊക്കെ എല്ലാവരുടെ കയ്യിലുള്ളതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഷൂവിൻ്റെ ഒക്കെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഷൂവിൽ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന സ്മെല്ലുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ തീപ്പെട്ടിയൊക്കെ തണുത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ കത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അടുപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ തീപ്പെട്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ തീപ്പെട്ടിയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തണുത്തു പോവില്ല. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത്, വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് പപ്പടം വറുക്കാനുള്ള ഒരു ട്രിക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ പപ്പടം ചെറിയ പീസുകളാക്കിയിട്ട് സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചീനിച്ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഈ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പപ്പടം കിട്ടും. നല്ല ഒരു റൗണ്ടിൽ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ക്രിസ്പിനെസ്സും ടേസ്റ്റൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് വളരെ കുറച്ച് ഓയിൽ ആവശ്യവും വരുള്ളൂ. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ കുറച്ച് വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ ചേർത്തൊന്ന് ഇളക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും സൂപ്പർ ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. അപ്പം ഇതുപോലെ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടാവും. ചെയ്യുന്നവരാരൊക്കെയാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തത്, ഇതുപോലുള്ള മീനുകളുണ്ടല്ലോ, നമ്മളൊക്കെ ഇതിനെ കിളിമീൻ എന്നാണ് കേട്ടോ പറയാം. നിങ്ങളുടെ അവിടെ എന്താണ് പറയാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ കിളിമീനോ അല്ലെങ്കിൽ മത്തിയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ഒരു ചെതുമ്പൽ. നല്ല പാടാണ് നമുക്കതിങ്ങനെ കളയാനായിട്ട്. അപ്പോൾ ഈ ഒരു മീനിൻ്റെയൊക്കെ ചെതുമ്പൽ നമുക്ക് ഈസി ആയിട്ട് കളയാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു മൂടിയാണ് കേട്ടോ. ആദ്യം നമ്മുടെ മീനൊക്കെ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ആ മുള്ള് കയ്യിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ലപോലെ വേദനിക്കും. അതുകൊണ്ടാണ് അത് ആദ്യം കളയാൻ കേട്ടോ. മത്തിയുടെ ആണെങ്കിൽ അങ്ങനെ സൈഡ് കളയേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് കളഞ്ഞാൽ മതി.
എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു മൂടി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കത്തിയേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ചെതുമ്പൽ പോലും കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു മൂടീൻ്റെ അരിക് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറ്റുന്നത്. മാത്രമല്ല നല്ലൊരു ഷാർപ്പ്നെസ്സും ഉണ്ട് ഇതിൻ്റെ സൈഡിന്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിൻ്റെ ചെതുമ്പൽ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആദ്യം എല്ലാത്തിനെയും ചെതുമ്പൽ കളഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇതുപോലത്തെ ഒരു മൂടി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരിക. ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്